ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചില ഫോട്ടോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നവ്യനായി വന്ന ഫോട്ടോസുകളൊക്കെ. പിന്നെ അവർ സംസാരിക്കുന്ന ഓൺ വോയിസ് നമുക്ക് കേൾക്കാം. അല്ല, അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഭാഷ. ചില സിനിമകളിലൊക്കെ അത് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനുജത്തിയും അമ്മയുടെ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വന്നിട്ടുള്ള സ്ഥലമാണ് കൊടുവായൂർ. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ പണ്ട് വരുന്ന കാലത്ത് നിന്ന് എത്ര ഡെവലപ്ഡായി ഈ സ്ഥലം. വളരെ ഒരു ഭയങ്കര ഗ്രാമം മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. ഒരുപാട് കടകളായി, ഒരുപാട് ഞാൻ ഇന്ന് താമസിച്ചൊരു ഹോട്ടലൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും വലിയൊരു ഹോട്ടലും കാര്യങ്ങളും ഒക്കെ വന്നു ഈ നാട്ടിൽ. അപ്പോൾ ഇനിയും ഒരുപാട് വികസനങ്ങൾ കൊടുവായൂരിനുണ്ടാവട്ടെ. നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ഓക്കെ രവീന്ദ്രൻ സൺ സ്റ്റേജിലേക്ക് വരാമോ? നമുക്ക് ലക്കി ഡ്രോ വിന്നേഴ്സ് ആരാ നോക്കാം. നമുക്ക് വിന്നർ ആരാ നോക്കിയാലോ? റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? സോ ഫസ്റ്റ് പ്രൈസ് ഒരു 5000 rupees ആണ്. സോ നമുക്ക് ആരാ വിന്നർ നോക്കാം. മാം പ്രാർത്ഥിക്കാല്ലേ, ആരായിരിക്കും ആ ലക്കി വിന്നർ? ഈ കൂട്ടത്തിൽ ഒരാൾക്കാണ് 5000 rupees കിട്ടാൻ പോകുന്നത്. ഇവിടെ വരെ ഉണ്ടാവണം. മാം പേരെന്ന്? ദീപ്തി രഘുവരൻ. ദീപ്തി രഘുവരൻ ഉണ്ടോ? ദീപ്തി രഘുവരൻ ഇവിടെ ഉണ്ടോ? നമ്പർ ഒന്ന് ചെക്ക് ചെയ്യണം. അത് നമ്പർ ഒന്ന് പറയാമോ? ഫോൺ നമ്പർ 9562912026. 9037687212. കാരണം ഇപ്പൊ 5000 rupees വിന്നറാണ്. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. അപ്പൊ നമുക്ക് പേരെന്തായിരുന്നു? വൈഫിന്റെ പേരാണ് കൊടുത്തത്. ചേട്ടന്റെ പേരെന്തായിരുന്നു? അപ്പൊ രഘുരഞ്ജൻ നല്ലൊരു കൈയടി കൊടുക്കാം. 5000 rupees ആണ് രഘുരഞ്ജന് കിട്ടിയിട്ടുള്ളത്. അതല്ല, ഈ 5000 ആണോ കിട്ടുന്നില്ല. ഒരു ലക്കി ഡ്രോയിൽ ഒരാൾക്ക് ഒരു പൈസ കിട്ടുന്ന ഒരു രസമല്ലേ? അതൊരു പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം. ഹൈ ഫാഷൻ കൊടുവേ ഓ ഓക്കെ, ഇവിടെ അടുത്താണ്. ഓ ഓക്കെ, സോ നൈബറാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു സ്നേഹം എന്നുണ്ടാണോ? താങ്ക് യു സോ മച്ച്. സോ നമുക്കിനി അടുത്ത വിന്നർ ആരാന്ന് നോക്കിയാലോ? അപ്പോൾ ഗായ്സ്, അപ്പോൾ ഫസ്റ്റ് വിന്നറിനൊക്കെ സെലക്ട് ചെയ്തു. സെക്കൻഡ് വിന്നറിനെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. സെക്കൻഡ് വന്നിട്ട് സൂര്യ എന്ന കുട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അച്ഛൻ വന്ന് വാങ്ങും, മോളിൽ കയറി വന്ന് വാങ്ങും. സൂര്യ എന്ന് പറഞ്ഞിട്ട് മകളുടെ പേരിൽ എഴുതി വിട്ടതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ സെക്കൻഡ് വിന്നർ മുകളിലേക്ക് വന്ന് വാങ്ങും. മൂന്നാമത്തെ സൂര്യനെ കാണാനില്ല പറഞ്ഞിട്ട് സൂര്യ ഉണ്ടോ ഇല്ലയോ സൂര്യൻ നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ് നവ്യനായർ കേട്ടോ. മൂന്നാമത്തത് നമ്മളുടെ വിന്നർ വന്നിട്ട് ചെറിയ ചെക്കനാണ്. മൂന്നാമത്തെ വിന്നർ അത് മദ്രസ ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ മോൻ്റെ മദ്രസ ഫ്രണ്ടാണ്. ചെറിയ ചെക്കനാണ്. അപ്പോൾ കുഞ്ഞു ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒക്കെ സംസാരിച്ച് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ അവൻ പറയും കേട്ടോ. പിന്നെ അങ്ങനെ എന്താണ് കാണാനില്ല പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് വിന്നർ ഇന്നും മുകളിൽ കയറി വന്നിട്ടില്ല. അവനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഇടയിൽ വിഘ്നേഷ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രൈസ് അവർക്കായിരുന്നു, പക്ഷെ അവർ കാണാനില്ല പറഞ്ഞിട്ടാണ്. പിന്നെ ലാസ്റ്റ് വിന്നർ വന്നിട്ട് നമ്മൾ മോൻ്റെ ഫ്രണ്ടിനെ സെലക്ട്, വേറെ സെയ്ദ് മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര് കേട്ടോ. മൂന്നാമത്തെ വിന്നർ കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് വിന്നർ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഗൈസ്, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. മോള് കയറുന്നുണ്ട്, അവർക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മോളുടെ പേരിലാണ് എഴുതിയിട്ടതെന്നാണ് പറയണം. പിന്നെ അങ്ങനെ മോള് കയറി എങ്ങനെയോ സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചു. നമ്മൾ നിറയെ കുറേയൊക്കെ എഴുതിയിട്ടോ. അനിയൻ വേറെ എഴുതിയിട്ടു, ഞാൻ വേറെ എഴുതിയിട്ടു. പിന്നെ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനും അവിടെയും എഴുതിയിട്ടു. നമുക്കൊരു ഭാഗ്യം വേണമല്ലോ കിട്ടണത് അല്ലേ, നമുക്കൊന്നും അത് ഭാഗ്യമില്ല. അപ്പോൾ ഇടയിൽ വന്നിട്ട് നമ്മുടെ അവിടെ വീട്ടിൽ പാമ്പ് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇടയിൽ നിർത്തിയിട്ട് ഞാൻ വോയിസ് കട്ടാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടാം കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്തു കേട്ടോ. ദൈവനാണ് കേട്ടോ, അതിന് മോൻ്റെ മദ്രസ ഫ്രണ്ടാണ്. അപ്പോൾ എത്ര മോന് പഠിക്കണ കുഞ്ഞു ചക്കൻ എന്ന് പറഞ്ഞിട്ട് വിന്നറായി പറഞ്ഞിട്ട് സംസാരിച്ചിട്ടിരിക്കണം, എത്രാം ക്ലാസ്സിൽ പഠിക്കണം എന്നൊക്കെ സംസാരിച്ചു കേട്ടോ. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ കൊടുത്ത് വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ആങ്കറിങ് ചെയ്യുന്ന പെണ്ണ് നല്ല ആങ്കറിങ് ചെയ്തു കേട്ടോ. അത് കണ്ടില്ലേ. ഇത് പിന്നെ ഹൈ ഫാഷൻകാരുടെ ലേബർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അവരുടെ വൈഫ് വന്നിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്, സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ നവേനയർക്ക്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് നമ്മളുടെ കൊടുവായിരിക്ക് വന്ന് അവർക്ക് കൊടുത്തു, നമ്മളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, കൊടുവായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു ഗിഫ്റ്റ്. അപ്പോൾ ബാലാമണിയുടെ ആരാധികയാണെന്നൊക്കെ ആങ്കർ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ലേബേഴ്സൊക്കെ വരികയും പറഞ്ഞിട്ട്, കുടുംബക്കാരൊക്കെ വരികയും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മോള് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് മോള് വിളിക്കുകയാണ്. അപ്പം അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മോളൊക്കെ കയറി. എൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ അതിൽ, ക്രീം കളർ ചുരിദാർ. അവളാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, കൂടെ പഠിച്ച കുട്ടിയാണ് അവൾ. ഇതാണ്ടില്ലേ. അപ്പോൾ ഒരു ഡാൻസ് കളിക്കും പറഞ്ഞിട്ട് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ ശരി ഡാൻസ് കളിക്കുക പറഞ്ഞിട്ട് ഒരു 2 സ്റ്റെപ്പ് കളിച്ചു കേട്ടോ. പാണ്ടിപ്പടിയിലെ പഞ്ചായത്ത് സോങ്ങിലെ വേനയനടിച്ചത് ആ 2 സ്റ്റെപ്പ് കളിച്ചു കണ്ടില്ലേ. 2 സ്റ്റെപ്പ് കളിച്ചു. പിന്നെ ശരി പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സോങ് വന്ന് ഓഫായി കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ശരി അപ്പോൾ ബായ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ അയ്യോ എങ്ങനെയെങ്കിലും സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ക്രൗഡിൽ നമ്മൾ വന്നിട്ട് എങ്ങനെയെങ്കിലും പിന്നാമ്പുറത്ത് തന്നെ പോയി അവരുടെ വേനയരുടെ. പിന്നെ ബോഡി ഗാർഡ്സൊന്നും വിട്ടില്ല. മാഡം ഒരു സെൽഫി പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സെൽഫി എടുത്തു കേട്ടോ നവേനയറിൻ്റെ കൂടെ. ഓക്കെ ബൈ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.